മുരളുന്നുണ്ട് കേട്ടാ. ഹലോ ഹായ്, നമ്മളിന്നുള്ളത് ഒരു ഹോഴ്സ് റൈഡിങ് ക്ലബിലാണ്. ഇവിടെ ഒരുപാട് ഹോഴ്സിൻ്റെ ഫാമും ഉണ്ട്, അതിൻ്റെ ഒരു ക്ലബ്ബും ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ കുതിരകളെ കാണാം, കുതിരകളെ പഠിക്കാം, റൈഡ് ചെയ്യുന്നത് പഠിക്കാം, അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇഷ്ടംപോലെ കുതിരകളുണ്ട്, 100 കണക്കിന് കുതിരകളുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാം കാണിച്ചു തരാം. ഒരാളെ കണ്ട പലതരം കളറാണ് ഇവിടെയുള്ള കുതിരകൾക്ക്. ഇതിന് എൻ്റെ ഹൈറ്റ്, എന്നേക്കാൾ ഹൈറ്റ് ഉണ്ടല്ലേ. എൻ്റെ കാലിൽ കണ്ട ഒരു സംഭവം കിട്ടിയേ, കുളമ്പിൻ്റെ മേലെ. എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവിടുത്തെ ഫാം ഇതാ, കുതിരകൾക്കുള്ള ഫാമാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന മൊത്തം ആ ഏരിയ മൊത്തം ഒരുപാട് കുതിരകളുണ്ട്. ഈ ഏരിയ മൊത്തം കുറേ കുതിരയുണ്ട്. ഇപ്പോൾ കുറേ കുതിരകളെ ഇവർ കൊണ്ടുപോയി. ഇനിയൊരു ക്ലബ്ബുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. വാ. ഒരു ചങ്ങായി നോക്ക്, ഇതെന്തോ കുറ്റവാളിയാന്ന് ജയിലെടുത്തിട്ടില്ലേ. എൻ്റെ ഫ്ലോറിലിടുന്ന സാധനം കണ്ട, അടുത്ത് കാണിച്ചു, ഇവനെയും കാണിച്ചു കൊടുത്തു. ഇത് കുതിരേൻ്റെ കൂട്. എനിക്ക് തോന്നുന്നു രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചിട്ടിട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതാ ഹോഴ്സ് നിറഞ്ഞു, ഹോഴ്സ് റൈഡിങ്. റൈഡിങ് ക്ലബാണ്. Excuse me, is it a riding club? Yes, but the riding club is over there. Anybody can learn from here? What do you mean? Like, can I ride from here? Yeah, you can. Over there. Over there. Yeah, Okay. in the bigger stable. Okay, thank you. ആ രണ്ട് സൈഡിലും. എടാ ഇതിൻ്റെ കണ്ണൊക്കെ മൂടിക്കെട്ടിയിരിക്കാന്നല്ലോ. അതെന്തിനായിരിക്കും ഇങ്ങനെ നെറ്റ് കെട്ടിയ? മറ്റേ കൊതുകിൻ്റെ ആക്രമണത്തിനേറ്റായിരിക്കും അല്ലേ? ചെറിയ കുട്ടികളൊക്കെ അല്ലേ റൈഡ് ചെയ്യുന്നത്? ഇവിടുത്തെ ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ സൈക്കിൾ ഓടിക്കുന്ന പോലെ ഹോഴ്സിനെ ഓടിച്ചിട്ടാണ് പോകുന്നത്. ഈ ബെൽറ്റ് കണ്ട, റൈഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ബെൽറ്റില്ലേ, ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട്. ഈ കുതിര തിന്നുന്നത് നമ്മളെ സാധാരണ വൈക്കോല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ പശു തിന്നുന്ന ആ സെയിം ടൈപ്പ് സാധനം. ഹായ്, ബൈ ബൈ. ഇതാ റൈഡ് ചെയ്യുന്ന കുട്ടികൾ. ഇതിനെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ആരാ, ഡോണ്ട് വറി. ജാതിയായിട്ട് പോവാണല്ലേ. ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാവാ. ഇതിന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഹെയർ ലൈൻ എന്ന് പറയാ, അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചാണ്ട. അപ്പാര സൈസ് സാധനം തന്നെ കേട്ടോ ഇത്. എൻ്റെ തല നോക്കും. ആരാ ഓരോന്നിനും റൂം നമ്പറൊക്കെ ഉണ്ട് കേട്ടാ. 22, 23. കുറച്ച് കുരുത്തക്കട്ടയാണല്ലോ. ചെറുതാ, ചോട്ടയാ.
ഇതിൻ്റെ പേരാണ് ആർത്തി പപ്പായ. വാലെടുത്ത് നോക്ക്, വാല് അതിൻ്റെ വാല് നോക്ക്. വാവ്, I don't like horses now. നല്ല ബ്ലാക്ക്. അതിൻ്റെ വാല് നോക്ക്, എന്താ രസം. ഒറിജിനൽ പാല് തന്നെയല്ലേ? നോക്കി എന്താ രസം. ഇവിടെ നോക്ക്, ഇവിടെ ശരിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. ഓരോ കുതിരക്ക് ഓരോ റൂം, അതിൻ്റെ റൂം നമ്പർ, പിന്നെ വാട്ടർ സർവീസൊക്കെ കണ്ട, വെള്ളമൊക്കെ സെറ്റ്, എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റം. ഒരു കുതിരയുണ്ട്. ഇത് കുതിരയെ കുളിപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പല ഏരിയകളുണ്ട്. ഇത് രാത്രിയൊക്കെ കുതിരനെ ഇടുന്ന സ്ഥലങ്ങൾ. ഇവിടെ നമുക്ക് വന്നിട്ട് കുതിരയെ പഠിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും അപ്ലൈ ചെയ്തിട്ട്. ഇപ്പോൾ 400 ആൾക്കാരാറ്റം പെൻഡിങ്ങിലാണുള്ളത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫീ അടച്ചിട്ട് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിലും കുതിരയെ ഓടിക്കുന്നത് പഠിക്കാൻ പറ്റും. ഇവൻ ഭീകരനാന്ന് തോന്നും കേട്ടാ കാർത്തി. 2 കയറുകൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. Media Panal Paloleste, gel Cristiano. ഇനി നമ്മൾ റോഡ് കടന്നിട്ട് ഇതിൻ്റെ റോഡിൻ്റെ നേരെ ഇക്കരെയുള്ള കുതിര ഫാം കാണാൻ പോവാണ്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ വില്ലേജാണ്, വില്ലേജ് ഏരിയ ആണ്. സ്വീഡിഷുകാരാണ് കൂടുതലും ഇവിടെ ജീവിക്കുന്നത്. അടിപൊളി സ്ഥലമാണ്. ഇതാണ് ആ ഫാം. ഈ ഫെൻസ് എല്ലാം ഇലക്ട്രിക്കൽ ഫെൻസാണ്. അപ്പോൾ ഇത് ടച്ച് ചെയ്യാൻ പാടില്ല. ഷോക്ക് വെച്ചിട്ടുണ്ട്. ടച്ച് ചെയ്താൽ പ്രശ്നമാണ്. ഇഷ്ടം പോലെ കുതിരയുണ്ട് കേട്ടോ. കാർത്തി പറയുന്നത് ഇവിടെ 100 കുതിരകളൊന്നും ഇല്ലെന്ന്. പക്ഷെ ഇവിടെ തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 30 എണ്ണം ഇതിനകത്ത് തന്നെ ഉണ്ട്. അവിടെയുണ്ട്. അങ്ങനെ 100ൻ്റെ മേലെ എന്തായാലും ഉണ്ട്. പിന്നെ ഇത് പഠിക്കാനൊക്കെ നല്ല ചിലവുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ പൈസ ചോദിച്ചപ്പോൾ 5000 SEK ഒക്കെയാണ് ഒരാൾക്ക്, ഒരു കുട്ടിക്ക് പഠിക്കാനുള്ളത്. അഡൽസിനെ നോക്കിയില്ല. വെബ്സൈറ്റ് നോക്കിയാൽ ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടും.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ ബൈ. Please like the